നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ കരിഞ്ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ളായാലും മതി. നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. അല്ല, കുഴച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ആ കട്ടിക്ക് നമുക്ക് കുഴച്ച് മാറ്റാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമ്മൾ ചപ്പാത്തി പലകയിലിട്ട് അത് 2 പോർഷനാക്കി എടുത്ത് ഈക്വലാക്കി എടുത്ത് രണ്ടും ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അതേ ഷേപ്പിൽ തന്നെ കുറച്ച് വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് മാവ് തൂയി പരത്തി അതിലോട്ട് നമുക്ക് ഇനി അടുത്തത് ഈ മാവ് നമുക്കൊന്ന് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ മൈദ മാവെടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഈ ബാറ്റർ ആ മാവിലോട്ട് ചപ്പാത്തിയിലോട്ട് തേച്ച് അതൊന്ന് പരത്തി ചുരുട്ടിയെടുക്കാനാണ്, റോളാക്കി എടുക്കണം. ഇത് 2 ചപ്പാത്തി ഉണ്ടാക്കി 2നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കണം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇത് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് 2 അറ്റവും കട്ട് ചെയ്തിട്ട് എല്ലാം ഒരേ അളവിനൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഇതെല്ലാം നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി ഇതേ ഷേപ്പിലാക്കി എടുക്കാം. എല്ലാം നമുക്കിനി ഇതുപോലെ ആക്കിയെടുക്കാം. എല്ലാം ആയിക്കഴിഞ്ഞ് ഇനി നമുക്കിത് ചൂടായ ചീനച്ചട്ടി വെച്ച് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. പൊരിക്കുമ്പോൾ നല്ല തീ കൂട്ടി ഉള്ള സമയത്ത് വേണം ഇത് ഇടാനായിട്ട്. എന്നിട്ട് ഇളം ബ്രൗൺ ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളം ബ്രൗൺ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പരുവ് അറിയാം, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് കോരി മാറ്റാം.